എന്റെ പ്രിയപ്പെട്ടവരെ, സദക്ക കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ലഹരിയായി കണ്ടിരുന്നു. എത്ര കൊടുത്താലും മതി വരില്ല, എത്ര വാരിക്കോരി കൊടുത്താലും മതി വരില്ല. മഹാനായ സ്വഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത എന്താ? മുമ്പിൽ വരുന്ന ഒരാളെയും ആ സ്വഹാബി വെറും കൈയോടെ മടക്കാറില്ല. ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന സ്വഹാബിയാണ്. പടച്ചവനെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിക്കണമടോ. നമ്മുടെ അടുക്കൽ പടച്ചവനെ, നമ്മൾ പള്ളി പണിയാണ് സദക്ക കൊടുക്കണം, ഹിഫ്ള് കോളേജിന്റെ പണിയാണ് കൊടുക്കണം. നമ്മൾ പറയും ഒരു വട്ടം കൊടുത്തതാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതാ എന്ന് പറയുന്നവര് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എന്തെന്നറിയോ? അതാ തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ. ആരാവുള്ളത്? പടച്ചവന്റെ ദീനിനെ സഹായിക്കാൻ ആരാവുള്ളത്? അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ ചാടി എഴുന്നേൽക്കുകയാണ്. ഒന്നാമനായി ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മുത്തുനബിയേ, 100 ഒട്ടകവും അതിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും ഞാൻ തരാ നബിയേ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകതയാ. അവിടെ ആദ്യമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, 100 ഒട്ടകവും അതിന്റെ മുകളിലുള്ള കട്ടിലും ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായടോ. പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി അവിടെ ദുആ ചെയ്യുകയാ. സദക്ക കൊടുത്താ ദുആ ചെയ്യണമല്ലോ. പടച്ചവനെ, മറ്റുള്ളവർക്ക് ചെയ്യാൻ അതൊരു മനസ്സുണ്ടാകാനുള്ള കാരണമാകുമല്ലോ. അതുകൊണ്ട് നബി തങ്ങൾ അവിടെ ദുആ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 100 ഒട്ടകങ്ങളെയും അതിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും സദക്ക ചെയ്തിരിക്കുകയാണ്. നബി തങ്ങൾ ദുആ ചെയ്തു. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, ഇനി ആരാ സഹാബാ? അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ആരാവുള്ളത്? അതാ അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ രണ്ടാമതും എഴുന്നേൽക്കുകയാണ്. നബിയേ, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം 100 കൊടുത്തതെങ്കിൽ, 100 ഒട്ടകക്കട്ടിലാണ് കൊടുത്തതെങ്കിൽ, രണ്ടാമത് ഉസ്മാൻ തങ്ങൾ പറയുന്നു, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. നബി തങ്ങൾ അവിടെ ദുആ ചെയ്തു. എന്നിട്ട് നബി തങ്ങൾ മൂന്നാമത് ചോദിക്കുന്നു, ആരാ സ്വഹാബാ? അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ഇനി ആരാണുള്ളതെന്ന് ചോദിക്കുമ്പോ, അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ മൂന്നാമതും എഴുന്നേൽക്കുകയാണ്. നബിയേ, 300 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം 100 പറഞ്ഞത്, പിന്നെ 200 പറഞ്ഞത്, പിന്നെ 300 പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ദുആ ചെയ്തു. സ്വഹാബത്ത് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഉസ്മാൻ തങ്ങൾ തന്റെ സമ്പത്ത് മുഴുവനും കൊടുക്കുമായിരുന്നു. തന്റെ സമ്പാദ്യം തീരുന്നത് വരെ നബി തങ്ങളെ ചോദിക്കുമ്പോ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അത് വല്ലാത്ത ഒരു സ്വഭാവമായിരുന്നടോ. ഉസ്മാൻ തങ്ങളുടെ വല്ലാത്ത ഒരു ഗുണമായിരുന്നു. അല്ലാഹുവേ, മറ്റൊരു സമയത്ത് നബി തങ്ങൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ സഹായിക്കണം, യുദ്ധത്തിന് പോവുകയാണ്. സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടി മസ്ജിദ് നബവിയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ പെട്ടെന്ന് ചോദിക്കുമ്പോ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ.
9 എണ്ണമല്ല സഹോദരാ, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ, 50 കുതിരകളെ ഞാൻ തരാ നബിയേ. ഉസ്മാൻ തങ്ങളുടെ സമ്പത്തെന്ന് ചിന്തിച്ചു നോക്കടോ. 950 ഒട്ടകങ്ങള്, 50 കുതിരകള്, 10,000 സ്വർണ്ണ നാണയങ്ങളാണ് അള്ളാന്റെ റസൂല് ചോദിക്കേണ്ട താമസം. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സദഖ കൊടുത്തത് പടച്ചവനെ വല്ലാത്ത ഒരു മനസ്സായിരുന്നു. നമ്മളൊക്കെ മദീനത്ത് പോകാറുണ്ടല്ലോ, ഒരുപാട് തോട്ടങ്ങൾ കാണാറുണ്ടല്ലോ. പേര് ഉസ്മാൻ, പടച്ചവനെ ഉസ്മാൻ തങ്ങളുടെ കിണർ കാണാൻ സഹോദരാ. നബി തങ്ങളുടെ കാലഘട്ടത്തില് റോമ കിണറെന്ന് പറയുന്ന ഒരു കിണറുണ്ടായിരുന്നു. വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമായിരുന്നു. മുസ്ലിമീങ്ങളെ വെള്ളമെടുക്കാൻ പോകുമ്പോ ആ യഹൂദിയായ മനുഷ്യൻ അവിടെ നിന്ന് മുസ്ലിമീങ്ങൾക്ക് വെള്ളം കൊടുക്കില്ലായിരുന്നു. മുസ്ലിമീങ്ങൾ വെള്ളം കോരാൻ പാടില്ല. അല്ലാഹുവേ, സ്വഹാബത്തിന് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ ആരാ സ്വഹാബ, ആ കിണർ ആരാണ് മേടിച്ചു കൊടുക്കുന്നത്? സ്വർഗത്തിലൊരു കിണർ പടച്ച റബ്ബ് തരുമെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, ആ കിണറിന്റെ ഉടമസ്ഥനായ യഹൂദിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് പറഞ്ഞു, ഈ കിണർ നിങ്ങൾ വിൽക്കണം, ഈ കിണർ എനിക്ക് തരുമോ, ഈ കിണർ എനിക്ക് തരുമോ? അല്ലാഹുവേ, ആ മനുഷ്യൻ പറഞ്ഞു, കൊടുക്കൂല. നിങ്ങൾ ചോദിക്കുന്നത് തരാ, ഈ കിണറിന് വേണ്ടി നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാ. യഹൂദിയായ മനുഷ്യൻ 35,000 വെള്ളി നാണയങ്ങളാ ചോദിച്ചത്. ആ കിണറിന് പകരമായിട്ട് 35,000 വെള്ളി നാണയം ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 35,000 വെള്ളി നാണയം എണ്ണി കൊടുത്തിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, വെറുതെ ചോദിച്ചതാണോ? അത്രയും വിലയൊന്നുമില്ല, കളിയാക്കുന്ന രീതിയിൽ ചുമ്മാതെ വന്ന് പറഞ്ഞതാണ്. 35,000 വെള്ളി നാണയം തന്നാ ഞാൻ തരാ. ഉസ്മാൻ തങ്ങൾ പടച്ചവര് ആ മനുഷ്യന്റെ കയ്യിൽ 35,000 വെള്ളി നാണയം കൊടുത്തിട്ട് അവിടുന്ന് ആ മനുഷ്യനെ കെട്ടിപ്പിടിക്കുകയാ. അവിടുന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാ. അല്ലാഹുവേ, എനിക്ക് സ്വർഗത്തിലൊരു കിണർ തന്നെ തന്നല്ലോ. ഉസ്മാൻ തങ്ങൾ മുത്തുനബിയുടെ ചാരത്ത് ചെല്ലുകയാണ്. നബിയേ, ആ കിണർ ഞാൻ വാങ്ങി നബിയേ, ആ കിണർ ഞാൻ വാങ്ങി നബിയേ, അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നു നബിയേ. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളുടെ സ്വഭാവം ഇതാടോ. വല്ലാത്ത മനസ്സായിരുന്നു, സഹായിക്കാൻ വല്ലാത്ത മനസ്സായിരുന്നു. ഒരാളെയും വെറും കയ്യോടെ മടക്കാറില്ല, ഒരാളെയും വെറും കയ്യോടെ മടക്കാറില്ല. അല്ലാഹുവേ, ഇന്ന് മുസ്ലിം സമുദായത്തിൽ പലർക്കും ഇല്ലാതെ പോയ ഒരു സ്വഭാവമാണോ സദഖ കൊടുക്കുന്ന ഒരു സ്വഭാവം. അല്ലാഹുവേ, പള്ളികൾക്ക് ചോദിച്ചോ, യതീംഖാനകൾക്ക് വേണ്ടി ചോദിച്ചോ, മദ്രസകൾക്ക് വേണ്ടി ചോദിച്ചോ, പാവങ്ങൾക്ക് വേണ്ടി, ക്യാൻസർ പിടിച്ചു കിടക്കുന്നവർ, കിഡ്നി രോഗികൾ, പ്രയാസങ്ങളിൽ കഴിയുന്നവർ, അവർക്ക് വേണ്ടി ചോദിക്കുമ്പോ പലരും കൊടുക്കാനുള്ള മനസ്സില്ലാതെ പോകുന്നു. എല്ലാവരും വിചാരിക്കുന്നത് കൊടുത്താ കുറഞ്ഞു പോകുമെന്നാ, കൊടുത്താ കുറഞ്ഞു പോകുമെന്നാ. ഉണക്കുകാലം വരികയാണ്. പടച്ചവരെ, കിണറ്റിലെ വെള്ളം പറ്റിപ്പോകുമെന്നുള്ള പേടി കാരണം അയൽവാസികൾക്ക് പോലും വെള്ളം കൊടുക്കാത്ത മുസ്ലിമേ, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കട്, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കട്. വരുന്നവന് വെറും കയ്യോടെ മടക്കരുത്. ഏതെങ്കിലും ഒരു മനുഷ്യന് 3 കാര്യങ്ങൾ ചോദിച്ചാൽ, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കാതെ വെറും കയ്യോടെ മടക്കരുത്. അതിലെ ഒരു കാര്യം വെള്ളമാ സഹോദരാ. ഉണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ കൊടുക്കട്, ഉണ്ടെങ്കിൽ കൊടുക്കട്, ഇല്ല എന്ന് പറഞ്ഞിറക്കി വിടരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുത്തെന്ന് പറഞ്ഞു കുറയൂല, കൂടുന്നതല്ലാതെ കുറയൂല, കൂടുന്നതല്ലാതെ കുറയൂല. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു വാരിക്കോരി കൊടുക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ ഏത് കാര്യത്തിനു വേണ്ടി ചോദിച്ചാലും കൊടുക്കടോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കൂ. കഴിഞ്ഞ ഉറൂസിന് വന്നപ്പോ പടച്ചവനെ ഇല്ലാത്ത ഒരു ബിൽഡിംഗ് എന്ന് പുറകിൽ കണ്ടു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പടച്ചവനെ മനോഹരമായ ഒരു ബിൽഡിംഗ് പണിതിട്ടിരിക്കുകയാ. അല്ലാഹുവേ ആരൊക്കെ അതിനു വേണ്ടി സഹായിച്ചോ അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ.